Amrithweni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Okay, judges. Yes, Paru. നമുക്ക് ഗ്രൂവ് റൗണ്ടിലേക്ക് പോവാം. ഗ്രൂവ് റൗണ്ടിലേക്ക് പോവാം. Okay, all the best. Let's welcome Kirti. உன் பார்வை எட்டு திசைகளே, உன் சொற்களே நவரசங்களே, கங்கையின் மணவாளா உன் மௌனமே அத்வைதவும் நீ ஆதி அந்தம் நீ, நீ அங்கு இல்லை புவனம் முழுது நீ, கைலாசமலை வாச கலையாவும் நீ, புவி வாழ்வு பிறவே அருள் புரி நீ. ஓ ஓ ஓம் நமச்சிவாய, தங்க நிலாவினை அணிந்தவா ஆடுகிறேன் பூர்ணோதயாருள் இல்லையா. Very good, Mola. Very good. Super, super. Thank you. Super.
കീർത്തി, എന്താ ചേച്ചി? എങ്ങനെയുണ്ടായി ഗ്രൂപ്പ് റൗണ്ട്? ആദ്യം കേട്ട സമയത്ത് ചെറിയൊരു ട്രിക്കി ലാസ്റ്റ് പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു താളിട്ട് വരുമ്പോൾ. പക്ഷെ അത് സെറ്റ് ചെയ്തു. പാച്ചി ചേട്ടനൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഓ സൂപ്പർ. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും കീർത്തി പാടുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരുന്നു മൊത്തത്തില്. എന്നും പാടി പോവല്ലേ എന്നുള്ളൊരു ടെൻഷൻ. അതെ, ഓക്കെ, ചോദിക്കാം. ഓക്കെ. ചേച്ചി, കീർത്തി പെണ്ണേ, എന്താ ചേച്ചി? നല്ല ഉഗ്രൻ പാട്ട്. താങ്ക് യു. പാട്ട് സെലക്ഷന് വലിയൊരു കൈയടി. നമ്മുടെ ഓർക്കസ്ട്രയുടെ ഗ്രൂവ് പൊളിച്ചു. സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കീർത്തി? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ ഗ്രൂവിലൂടെ? ഓ അതെ. എനിക്കിതില് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ചോദിച്ചാല്, നമ്മുടെ കീർത്തി ഒരുപാട് ടെൻഷൻ അടിച്ച് കുറേ നാള് ഡേഞ്ചർ സോണും അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞ് ഇവിടം വരെ എത്തി. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കീർത്തിയില്. ഇത് പാടിയതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരു ഡിഫിക്കൽട്ട് കാര്യം എന്താ എനിക്ക് തോന്നിച്ചാൽ, ഈ ഗ്രൂവ് ഇങ്ങനെ മാറുമ്പോൾ മോള് പാടുമ്പോൾ മോൾക്ക് അധികം ബാക്കിങ് ഫുൾ കൂടുതലും ഋതമാണ് അല്ലേ? ഇതിലെ മെലഡി വൈസ്, ശ്രുതി വൈസ് മെലഡി ബാക്കിങ്സ് വളരെ കുറവാണ്. കൂടുതലും ഈ താളമാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ അതിൽ ക്ലീനായിട്ട് പാടി മോള്. താങ്ക് യു ചേച്ചി. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോളുടെ ഒരു ശരിക്കും വളരെ ടഫായിട്ടാണ് ഈ പാട്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശബ്ദം പുറത്ത് കേൾക്കും. അപ്പം ഒരുപാട് ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ശബ്ദം കുറച്ചൊന്ന് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഫ്ലോസ് ഒക്കെ മറഞ്ഞു നിൽക്കും, പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഫുൾ ക്ലിയർ ഓപ്പൺ വോയിസ് ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ ഇടയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചൊരു സ്ട്രെയിൻ വന്നിരുന്നു ഏതോ ഫസ്റ്റ് പാടുമ്പോൾ. അത് പിന്നെ തുറന്നു. അത് തൊണ്ട അവിടെ ഒരു ചെറുതായിട്ടൊരു ഇടറിയേ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ അതങ്ങ് ഓപ്പണായി ക്ലാസ് ആയിട്ട് പാടി. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ പാടിയത്. എന്തായാലും ഇതിന്റെ ക്രിയേറ്റേഴ്സിന് ഒരു വലിയൊരു പ്രണാമം. ഇത് മറ്റ് ഭാഷകളിലും ഉണ്ട് ഇതേ പാട്ട്, സാഗര സംഘം. ഇതിപ്പോ മോള് തമിഴല്ലേ പാടിയത്? ഓക്കെ, എന്തായാലും ഗ്രേറ്റ് സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. കീർത്തി, എന്തു സാർ? നല്ല ഉഗ്രം പാട്ട് കീർത്തി. താങ്ക് യു സാർ. ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ഏതാണ് കണ്ടത്? മലയാളമാണോ തമിഴാ കണ്ടിട്ടുണ്ട്? തമിഴാ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? നല്ല സിനിമയായിരുന്നു. ആണോ? ഇഷ്ടപ്പെട്ടു? ഇതിന്റെ അവസാനം എന്താണ് ക്ലൈമാക്സ്? ക്ലൈമാക്സില് കമൽ സാറ് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത് സ്റ്റേജിൽ വരുമ്പോ SP ശൈലജ മാം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സിസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് മരിച്ചു പോകുന്നു. അപ്പൊ കൊണ്ടുപോകും. എങ്ങോട്ട്? അവര് വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും എഴുതി കാണിക്കത്തില്ലേ? ശുഭം. അതായിരുന്നു അതിന്റെ മെയിൻ സംഭവം. എൻഡ് എന്നുണ്ടാവും. കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പം നോ എൻഡ് ഫോർ എനി ആർട്ട് എന്നുണ്ടാവും. അതൊക്കെ നോക്കി വയ്ക്കണ്ടേ നമുക്ക്? അതൊക്കെ അല്ലേ പ്രധാനം. എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടാവണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. നല്ല എന്താ പറയുക, അതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു കീർത്തി പാടുന്നത്. പിന്നെ ഒരു അല്ലറ ചില്ലറ ഇതുകൊണ്ട് ഈ തങ്ക നിലാവിനെ അതൊന്ന് പാടാമോ? தங்க நிலாவினை அணிந்தவா, தங்க நிலாவினை அணிந்தவா. ഇപ്പൊ കറക്റ്റ്. അണിന്തവാ അതുണ്ട്. വാ ഡാടാ നല്ലത് കേട്ടോ. അണിന്തവാ എന്ന് പാടിക്കൊണ്ടിരുന്നു കീർത്തി. അതൊക്കെ ശ്രദ്ധിക്കണം. ഓ ഓ നൈസ് 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 നൈസ്. അതുപോലെ പഞ്ചഭൂതങ്ങളും മുഖവടിവാകും. അത് ശരിയാണ്, ശരിയാണമ്മ, മന്നിച്ചത്. നീ അത് കൊഞ്ചം പാടിയാ? പഞ്ചഭൂതങ്ങളും മുഖവടിവാകും, മാറുകാലങ്ങളും ആടൈകളാകും. പഞ്ചഭൂതങ്ങളും മുഖവടിവാകും, മാറുകാലങ്ങളും. അത് കാലങ്ങളും ഒക്കെ നിർത്തണം. പാതി വഴിക്ക് കൊണ്ടങ്ങ് വിട്ടു. 6 കാലമില്ല, 5 കാലമേ ഉള്ളൂ. 6ാമത്തെ കാലം കേട്ടില്ല, പാടിയില്ല. അങ്ങനെ വരരുത് കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് വൃത്തിയായിട്ട് പാടി. അത് പാടിയാ പോരായിരുന്നു ശ്വാസം എടുത്തിട്ട്. ഉൻപാർവയെ അതൊന്ന് പാടാമോ? എട്ട് ദിശകളേ, ഉൻ சொற்களே നവരസങ്ങളേ. മതി 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 മതി. അതൊക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു. ഓക്കെ സർ. പിന്നെ ഉന്തൻ വിഴികൾ
മൂன்று കാലങ്ങളും மூன்று காலங்களும் உந்தன் விழிகள் சது ഗുഡ് ആ ചതുർഭേദങ്ങളോ അതൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചേച്ചി പറയുന്നതൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ഓക്കെ കാര്യങ്ങളാണ്. സർ. മറ്റേ ഒക്കെ നന്നായിട്ട് പാടി. താങ്ക് യു. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു സീക്വൻസ് പറയാം. ഈ കണ്ടെന്ന് പറയുന്നതുകൊണ്ട് പറയുന്നത് നമുക്കൊക്കെ ഈ ഫിലിം കണ്ടവർക്ക് എല്ലാവർക്കും ആ ഒരു സീക്വൻസ് മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡാൻസ് കളിക്കുന്നല്ലേ അല്ല സർ? ഡാൻസ് അല്ലേ ഫിലിം മുഴുവൻ, പിന്നെ ഡാൻസ് കളിക്കുന്നല്ലേ എന്ന് ചോദിച്ചാല് അതിനെന്താ ഉത്തരം പറയാ? ഞാൻ കൂൾ ഡൗൺ, വെറുതെ ദേഷ്യം ഞാൻ പിടിക്കുക. ചുമ്മാ പറഞ്ഞാടാ. കൂൾ ഡൗൺ ബേബി. അല്ല പറഞ്ഞ പെട്ടെന്ന് പറ, നീ അടുത്തെത്തി. ഞാൻ പറയാം. ആ ഈ കമൽ സാറ് ഈ ഒരു പെർഫോമൻസ് ആണ് ആ പടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിന് ഈ പഞ്ചഭൂതങ്ങൾക്ക് ഇങ്ങനെ പഞ്ചഭൂതങ്ങളാന്ന് പറഞ്ഞ് ഒക്കെ നമ്മുടെ കാണിക്കുന്നുണ്ട്. അത് തിരുത്തിയിട്ട് അദ്ദേഹം എല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ പടം കണ്ടിട്ടില്ല, വെറും നമ്മുടെ ഇവിടെ ഉള്ള രൂപേഷ് കഥ പറഞ്ഞു തന്നത്. കണ്ടിട്ടുണ്ട്. ഇല്ല ഒരിക്കലും ഇല്ല കണ്ടിട്ടുണ്ട്. പത്രത്തില് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന്റെ പ്രശ്നം പറയാൻ വേണ്ടി പത്രാപ്പീസിൽ വരുമ്പോ അവിടെ വരുമ്പോഴാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അല്ല അങ്ങനെ ചോദിക്കത്തില്ലേ പത്രത്തിന്റെ പത്രാധിപര് എന്തോന്നൊക്കെയാണോ എഴുതി പിടിപ്പിച്ചേക്കുന്നത്? അവര് ഇപ്പൊ അച്ഛനെ വിളിക്കുന്നെന്ന്. അത് ഉഗ്ര സീക്വൻസ് ആണ്. അപ്പൊ ചക്കര ഇല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഫിലിമൊക്കെ കാണണം. അതുകൊണ്ടാ പറഞ്ഞ, അല്ല പറഞ്ഞത്. നന്നായിട്ട് തന്നെ പാടി കീർത്തി. നൈസ്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഷാനിക. കീർത്തി ഒരു അസാധ്യ പാട്ടുകാരിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കീർത്തി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമ മൊത്തത്തിൽ കണ്ടു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കാര്യമാണ്. ഇതുപോലത്തെ കുറച്ച് സിനിമകളുണ്ട്, എസ്പെഷ്യലി തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിൽ കൂടുതലുണ്ട്. അതെല്ലാം ഇരുന്നൊന്ന് കാണണം. ഭയങ്കര ഡെപ്താണ്, ഭയങ്കര രസമാണ്. അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്, അത് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ പഠിക്കാനും പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കീർത്തി ഉഗ്രനായിട്ട് പാടി കീർത്തി. സ്പെഷ്യലി ആ ഗ്രൂവ്, അതൊരു വൻ ഗ്രൂവ് ആയിരുന്നു. അത് ഓർക്കസ്ട്രക്ക് ഒരു വലിയ ഒരു കൈയ്യടി. ഗ്രൂവ് റൗണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇതെന്താണ് കറക്റ്റ് എന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടില്ല. അപ്പൊ പാട്ടിന്റെ ലിസ്റ്റ് കൊടുത്ത സമയത്ത് ഈ പാട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് ഗ്രൂവ് കിട്ടിയപ്പോഴാണ് ഇത്രയും ഉണ്ടെന്ന് മനസ്സിലായത്. പാട്ടില് ഈ ഒരു പാട്ടില് അല്ല, ഈ പാട്ടില് ഈ ഗ്രൂവ് ആഡ് ചെയ്തപ്പോ ഇത് വേണ്ടായിരുന്നു. പാട്ട് മാറ്റി കൊടുക്കായിരുന്നു. കുറച്ചുകൂടി സിമ്പിൾ എടുക്കാമായിരുന്നു എന്നുള്ളത് സ്വാഭാവികം. പക്ഷെ അത് കീർത്തി അത് എക്സിക്യൂട്ട് ചെയ്തു. അതല്ലേ ഷാന് അവിടെ താളെ വിട്ടേ കച്ചേരിക്കൊക്കെ പാടുന്നോണ്ട് ഫുള്ള് എന്നിട്ട് ഒരു സ്ഥലം തെറ്റിപ്പോയി. ഇങ്ങനെ ഒരു സ്ഥലത്ത് സമം നിൽക്കുന്നു. അപ്പൊ പിന്നെ കൈയെടുത്ത് കൈകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ കീർത്തി ഭയങ്കര രസമായിരുന്നു. കീർത്തിയുടെ വോയിസ് ഉണ്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് അപ് ഫ്രണ്ട് ഫോർ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിന്നു. സിംഗിങ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി കീർത്തിക്ക് 9.4. ചേച്ചി സൂപ്പർ. ശരത് സർ. കീർത്തിക്ക് 9.1. 9.4. താങ്ക് യു സർ. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 18.8. സൂപ്പർ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.